ഇതൊരു റീഹാബിലിറ്റേഷൻ കം ക്ലിനിക്കാണ്. ഇതൊരു ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വർക്ക് ചെയ്യുന്നത്. വരും അത് സെറിബ്രൽ പാൾസി ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ആ രീതിയിലുള്ള വീടുകൾ അങ്ങനെ വീട് വെച്ച് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി 14 വീടുകൾ ഇപ്പോൾ പണി നടക്കുകയാണ്. ഇത്രയും വീടുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 1, 2, 3, 4, 3, 2, 5, 6 വീട് കൂടി കൊടുക്കാനാണ്. അതിപ്പോൾ ഈ അടുത്ത മാസം കൊടുക്കും. കേരള സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏകദേശം ഒരു 17 മെഡൽസോളം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ നമ്മളിപ്പം മൗണ്ടൻ ക്ലൈംബിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഹൈക്കിങ്ങിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നടന്നിട്ടുണ്ട്. അവിടുത്തെ ടർഫ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണിത്. ഇവിടെ ഒരു പാർക്ക് പോലെയാണ്. പേടിക്കേണ്ടവർക്ക് പേടിച്ചാൽ മതി. നമ്മളിതിനകത്ത് നമ്മൾ പോകുന്ന വഴികൾ കൃത്യമാണെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കത് പ്രശ്നം. മാജിക് ഹോം എന്ന് പറയുന്നതേ നമ്മൾ കേരളത്തിൽ ഡിസബിലിറ്റി സെക്ടറിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു മോഡൽ ഹൗസസ് ആണ്. മാജിക് എന്നുള്ളത് MAGIK ആണ്. കണ്ടോ? അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മോഡൽ ഓഫ് ആക്സസിബിൾ ഗേറ്റ് വേസ് ഫോർ ഇൻക്ലൂസീവ് കേരള എന്നാണ്. അതായത് ഒരു ഇൻക്ലൂസീവ് കേരള സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആക്സസിബിൾ ആയിട്ട് ഹോംസ് ഉണ്ടാക്കുക. ദാറ്റ് മീൻസ് ഇപ്പോൾ കണ്ണ് കാണാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ടാക്ടൈൽ ഇല്ലേ, ഇതെന്താ മനസ്സിലായല്ലോ അല്ലേ? വൈറ്റ് കെയിൻ ഉപയോഗിച്ചുകൊണ്ട് ടാക്ടൈലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മനോഹാരിത കുറയ്ക്കും, പക്ഷേ അവർക്ക് സൗകര്യം കൂടും. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ സെറിബ്രൽ പാൾസി ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ആ രീതിയിലുള്ള വീടുകൾ അങ്ങനെ വീട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർട്ട് ട്രെയിനിങ് സെന്ററിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതൊരു റീഹാബിലിറ്റേഷൻ കം ക്ലിനിക്കാണ്. ഇതൊരു ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വർക്ക് ചെയ്യുന്നത്. വരും അത് മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സൈക്കോളജിസ്റ്റ് ഉണ്ട്, സ്പീച്ച് പത്തോളജിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഒരു ട്രാൻസ് ഡിസിപ്ലിനറി മോഡലാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഡിസിപ്ലിനിലുള്ള പ്രൊഫഷണൽസും അവരെ അസസ് ചെയ്യുകയും എന്നിട്ട് കൂട്ടായിട്ടിരുന്നിട്ട് അവർക്ക് വേണ്ട ഒരു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് IP സെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ റെഗുലറായിട്ടുള്ള കുട്ടികൾ ശരി ഇവിടുത്തെ റെഗുലർ ആയിട്ടുള്ള കുട്ടികളും പിന്നെ ഒരു OP സെക്ഷൻ ഉണ്ട്. വെളിയിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇവിടെ ആക്സസ് ഉണ്ട്. അവർക്കും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും അല്ല വെളിയിലുള്ളവർക്കും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീയാണ്. ലോകത്തെങ്ങും അങ്ങനെ ഒരു സ്ഥലം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ സംസാര വിഷയമായിട്ട് വന്നൊരു ടൈമില് ഇവിടുന്ന് കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പൈസ ഇടപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും നമ്മൾക്ക് ഇപ്പൊ ഇത് കാണുമ്പോഴും അത് നിങ്ങൾ വന്ന് കണ്ടാലും ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞാലും മാത്രമേ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം പ്രചരിപ്പിച്ചതാണ്. ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് ഗവൺമെന്റ് സെക്ടറിലായിരുന്നു. ഞാൻ ഐക്കോൺസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ HOD ആയിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തതാണ്. പക്ഷെ ഇവിടെ ഒരു പൈസ പോലും നമ്മൾ ആരുടെയും ഒന്നും വാങ്ങിക്കുന്നില്ല. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഈ തെറപ്പിയുടെ എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങൾക്ക് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എവിടെ അല്ല. ഇപ്പം ഇത് ശരിക്കും ഒരു ഓക്യുപ്പേഷണൽ തെറാപ്പി യൂണിറ്റിന്റെ ഏരിയ ആണ്. ഇതൊന്നും ഇങ്ങനെയൊന്നും അധികം ഒരു സ്ഥലത്തും ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ 33 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ഇതൊന്ന്. രണ്ടാമത്തെ ഇത് ഫിസിയോതെറാപ്പി സെന്ററാണ്. ഇതെല്ലാം ഫ്രീ ആണ്. നമ്മൾ ആരിൽ നിന്നും ഒന്നും വാങ്ങിക്കുന്നില്ല. സൈക്കോളജി ഉണ്ട്. പിന്നെ ഇവിടെ ഈ സെൻസറി ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്ന ഈ സൈഡിൽ സെൻസറി ഇൻറ്റിഗ്രേഷൻ യൂണിറ്റ് ആണ്. അതായത് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾക്കെല്ലാം സെൻസറി ഇഷ്യൂസ് കാണും. അപ്പോൾ അവർക്ക് ചില സൗണ്ട് പിന്നെ അതുപോലെ ലൈറ്റൊന്നും ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ആ ഇൻറ്റിഗ്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയുടെ യൂണിറ്റായിരുന്നു. ഇതെല്ലാവരും ചേർന്ന് ചെയ്യുന്നതാണ്.
ഇതിന് ഹൈലൈറ്റ് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഒരു കുട്ടിയെ സാധാരണ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ടൂത്ത് എക്സ്ട്രാക്ഷനോ അല്ലെങ്കിൽ പല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിന് പോയി കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന ഒരു ഡെൻറ്റൽ യൂണിറ്റ് തന്നെ സ്ഥാപിച്ചിരിക്കുക കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ സൈക്കോളജിസ്റ്റും ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റും എല്ലാം അസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടിയെ കംഫർട്ടബിൾ ആക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഡെന്റിസ്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം മറ്റൊരു സാധാരണ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. പുറത്തുനിന്ന് ആക്സസ് ഉണ്ടോ? പുറത്തുള്ള കുട്ടികൾക്ക് വന്ന് ചെയ്യാം. ഡിഫറെന്റ്ലി ഏബിൾഡ് ആണോന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് നമ്മൾ സർവീസ് കൊടുക്കും. നമുക്കൊരു ഓൺ കോൾ ഡെന്റിസ്റ്റും ഉണ്ട്. ഇത് സമയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ രാവിലെ 9:30 to 5:30 വരെ ഇവിടെ വർക്കിംഗ് ആണ്. അപ്പൊ അത് ഏത് സമയത്ത് വന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരും, കാരണം ഡോക്ടർ ഓൺ കോൾ ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് ഇത് സെൻസറി ഒന്ന് കാണിച്ചു കൊടുക്കൂ. സെൻസറി ഇന്റഗ്രേഷന്റെ ഒരു യൂണിറ്റാണ്. ലൈറ്റ് വൺ ഇട്ട് തരാം. ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ ഇവിടെ ഒരു കുട്ടി പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രിസം ക്ലിനിക്കിൽ കൊണ്ടുവന്ന് അവരെ പ്രിപ്പയർ ചെയ്യും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മൾ ആ ട്രെയിനിങ് സെൻറ്ററിൽ കൊടുക്കും. ഇപ്പോൾ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിക്ക് നമ്മളവിടെ വോക്കൽ മ്യൂസിക്കോ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൽ നമ്മൾ അവിടെ ട്രെയിനിങ് കൊടുക്കും. വരയ്ക്കാൻ കഴിവുള്ളവരെ നമ്മൾ ഫൈൻ ആർട്സിലേക്ക് വിടും. ഡാൻസിനുള്ള കഴിവുള്ള കുട്ടികളെ ഡാൻസിലേക്ക് വിടും. മാജിക് പഠിക്കാൻ താല്പര്യമുള്ള സ്കില്ലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ അങ്ങോട്ട് ട്രെയിനിങ്ങിന് വിടും. ഇതിൽ ഒരു ബെസ്റ്റ് പാർട്ട് നമ്മുടെ ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾക്കെല്ലാം ഇവരൊരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ആണല്ലോ. പൊതുവെ അവർക്ക് സ്കില്ലുണ്ടെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിലും അവർക്കത് പെർഫോം ചെയ്യാനുള്ള ഒരു വേദികൾ കിട്ടാറില്ല. ഇവിടെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് 7 വേദികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടല്ലോ. മാത്രമല്ല ഇതൊരു മോഡൽ ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തീം പാർക്ക് ഉണ്ട്, മാജിക്കൽ തീം പാർക്ക്. അപ്പം അവിടെ ജനറൽ പബ്ലിക്കാണ് വരുന്നത്. അത് കണ്ടിട്ട് അവർ സ്വാഭാവികമായിട്ടും ATCയിലും കയറും. അപ്പോൾ അവിടെ ഈ കുട്ടികളുടെ പെർഫോമൻസും കാണും. അപ്പോൾ ഈ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടു കഴിയുമ്പോൾ ഇവർ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ആ ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഇവരുടെ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. എനിക്ക് ആ ഒരു പെർഫോമൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. അതായത് അവര് അത്ര ഭംഗിയായിട്ട് അത് ഭയങ്കര ഡിസിപ്ലിനോടുകൂടി ഡിസിപ്ലിൻ മാത്രമല്ല, ഇപ്പൊ അവരൊരു പ്രൊഫഷണൽ പെർഫോം ചെയ്യുന്ന രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ മാജിക്കിലെ ഒരു കുട്ടി ഇപ്പം ഇവിടെ നടന്ന ഏതോ ഒരു വാഴക്കുന്നം ഇതിന്റെ പോയിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടി. ഇവിടുത്തെ ഡിസേബിൾഡ് കുട്ടിയെ പെർഫോം, അതെല്ലാവർക്കും വേണ്ടി ഉള്ളത്, അല്ലാതെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം അല്ലായിരുന്നു. പ്രൊഫഷണൽ മജീഷ്യൻസ് വന്ന് പെർഫോം ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ പോയിട്ട് അവന് സെക്കൻഡ് കിട്ടി. അപ്പൊ അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് കണ്ടപ്പോഴേക്കും ടർഫ് കണ്ടു. നമ്മൾ വിചാരിക്കും സാധാരണ ഒരു ടർഫ് ആണെന്നുള്ളത്. അത് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും കൂടെ. ബ്ലൈൻഡ് മാത്രമല്ല, ഇവിടെ നമ്മൾ സ്പോർട്സിനും ആർട്സിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ തന്നെ സ്പോർട്സിനും കൊടുക്കുന്നുണ്ട്. അത്ലറ്റിക്സിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഫുട്ബോളിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ക്രിക്കറ്റ്, ഷട്ടിൽ ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്. ഇത് കൂടാതെ നമ്മളിപ്പം മൗണ്ടനിയറിംഗിൽ ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ പൂനിമല എന്ന് പറയുന്നൊരു സ്ഥലത്ത് കൊണ്ട് ഈ കുട്ടികളെ കൊണ്ട് കയറി ഇറങ്ങി. അത് ഏകദേശം 7 കിലോമീറ്റർ ട്രക്കിംഗ് ആയിരുന്നു. എല്ലാവർക്കും പറ്റി എന്നുള്ളതാണ് ഏറ്റവും രസം. അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ ബിഹേവിയറിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ മുതുകാട് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മളൊരു ഐഡിയ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ സാർ അതിന് നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി നമ്മളൊരു സംശയത്തിൽ നിന്ന് സാർ പറയുന്നത് അത് നടക്കും, ചെയ്തോളാം. അതായത് ഇവരുടെ കാര്യമാകുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു നോ പറയാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അവരോട് നോ പറയാനുള്ള, അത് വേണ്ട, നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് അതില്ല ഇവിടെ. സാറ് ഇപ്പം നമ്മളൊരു എക്യുപ്മെന്റ് ചോദിക്കുക, സാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് നന്നാവും, അടുത്ത ദിവസം സാധനം ഇവിടെ എത്തിയിരിക്കും. അപ്പം നമുക്കൊരു കുറവില്ല, ശരിക്കും എല്ലാം ഉണ്ട്. അത് എവിടുന്നെങ്കിലുമൊക്കെ സാറ് പോയി പൈസ ഉണ്ടാക്കി അത് വാങ്ങിച്ച് തന്നിരിക്കും. അതാണ് നമുക്കപ്പോൾ ജോലി ചെയ്യാനൊരു വലിയ ഇൻട്രസ്റ്റാണ്. നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പല എക്യുപ്മെൻറ്റ്സും നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളൊരു സാധനം ഇപ്പം ഞങ്ങൾ ഇന്നാളെ പറഞ്ഞു ടേബിൾ ടെന്നീസിൻ്റെ ഒരു ബോർഡ് വാങ്ങിക്കണം, അടുത്ത ആഴ്ച ആ സാധനം ഇവിടെ എത്തി. ഒപ്പിക്കില്ല ജെന്യൂൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് സാറിൻ്റെ ഒരു വലിയൊരു ഫിലോസഫിയാണ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും സോഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ കുട്ടികളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു ഇവർ വന്നപ്പം. ഇതൊരു ട്രാൻസ്ഫോംഡ് വെർഷനാണ്. ഇപ്പം ഇവരുടെ കൗണ്ടർ പാർട്സ് നമ്മളിപ്പം വേറെ സ്കൂളിലൊക്കെ പോയി ചെന്ന് കണ്ടാലേ ആ വ്യത്യാസം മനസ്സിലാവും. ഇവരിപ്പോൾ ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തു, ഭയങ്കര സോഷ്യലാണ്. ഇതാണ് നമ്മുടെ അതന്നെ സാർ ഉദ്ദേശിക്കുന്നത്, ആ ചേഞ്ചാണ്. പിന്നെ നമ്മുടെ ഇവിടുന്ന് 3 പേര് ഇപ്പം വേറെ സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്തു, ജോലിയായി. ഒരാൾ IT കമ്പനിയിൽ ജോലിയാണ്, 25,000 രൂപ സാലറി. ഒരാൾ പ്രൊഫഷണൽ മജീഷ്യനായി ഇവിടെ തന്നെ കയറി.
ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തും ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തും നമുക്ക് ചോദിച്ചറിയാം. ഈ ഒരു ടർഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മളുടെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള എല്ലാ കുട്ടികൾക്കും തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ട്രെയിനിങ് എന്ന് പറയുമ്പം ഒരു ബേസിക് അസസ്മെന്റ്സ് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു സെറിബ്രൽ പാൾസി ഉള്ള കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു നമ്മളുടെ സൈക്കോളജിക്കൽ മാത്രമല്ല ഫിസിയോതെറാപ്പിയിലും എല്ലാം അസസ്മെന്റ്സ് കഴിഞ്ഞിട്ട് അവരുടെ നീഡ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്താണ് വരുന്നത്. അപ്പം CP ഫുട്ബോളും അതേപോലെ തന്നെ അത്ലറ്റിക്സ് എല്ലാം തന്നെ നമുക്ക് അവരുടെ സ്റ്റാമിന കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും, അവരുടെ എൻട്രൻസ് കൂട്ടാം, അവർക്ക് എത്ര കേപ്പബിൾ ആണെന്നുള്ളതെല്ലാം ഈ ഗ്രൗണ്ടിൽ നമുക്ക് അവരെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ചെയ്യിച്ച് അവരെ എത്ര ഇമ്പ്രൂവ്മെന്റിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അത്രയും നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ഒരു വയ്യാത്തൊരു കുട്ടിക്ക്, അതായത് ഇപ്പോൾ ഓട്ടിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കേപ്പബിലിറ്റി ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പക്ഷെ അവർക്കും ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിലൂടെ തെളിയിക്കല്ലേ ചെയ്യുന്നത്? അതെ അതെ അതെ, നമ്മളുടെ ഇപ്പം കേരള സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏകദേശം ഒരു 17 മെഡൽസോളം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ നമ്മളിപ്പം മൗണ്ടൻ ക്ലൈംബിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഹൈക്കിങ്ങിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ട്രെയിനിങ്ങും എങ്ങനെയാണ് ഒരു മൗണ്ടനിയറിങ് ചെയ്യപ്പം ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ ആണെങ്കിലും ഫിസിയോളജിക്കലി നമ്മളിവിടെ ട്രെയിനിങ് കൊടുത്തു വരുന്നുണ്ട്, മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരൊരു എവറസ്റ്റ് ബേസ് ചെയ്യിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നമ്മളപ്പം അത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ. അവരെ ട്രെയിൻ ചെയ്യുന്നു, അവരെ സ്റ്റാമിന കൂട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കൊണ്ടുവച്ച് ട്രെയിൻ ചെയ്ത് അവരൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുക. അവർക്ക് എങ്ങനെയാണ്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ കേപ്പബിലിറ്റി അവർക്ക് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് അവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ആ കഴിവ് അവർക്ക് തെളിയിച്ചു കൊടുക്കുക. അത് അച്ചീവ് ചെയ്ത ഒരു ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. അതെ. ഇപ്പൊ നമ്മൾ മാജിക് പ്ലാനറ്റിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ ടർഫ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു ഒരു ഭാഗമാണിത്. ഇവിടെ ഒരു പാർക്ക് പോലെയാണ്. എന്തോ ഉണ്ട്. ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഒന്നെടുത്തോ. ഇത് അവിടെയാണോ? അതിൻ്റെ ഭാഗമായി 14 വീടുകൾ ഇപ്പോൾ പണി നടക്കുകയാണ്. ഇത്രയും വീടുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 1, 2, 3, 4, 3, 2, 5, 6 വീട് കൂടി കൊടുക്കാനുണ്ട്. അതിപ്പോൾ ഈ അടുത്ത മാസം കൊടുക്കും. അപ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഭൂമിയില്ലാത്ത, വീടില്ലാത്ത, ഒന്നിൽ കൂടുതൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കാണ് വീട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടോ എന്ന് സംശയം ഉണ്ടാവും. 100 കണക്കിന് ആൾക്കാരുണ്ട്, ഭൂമിയില്ല, വീടില്ല. ഒരു വീട്ടിൽ 3 കുട്ടികൾക്കൊക്കെ ഡിസബിലിറ്റി ഉള്ളവരുണ്ട്. അത്തരക്കാരെ നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ഏറ്റവും നല്ല വീടുകൾ, മനോഹരമായ വീടുകൾ, ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നല്ല, ഏറ്റവും ഉജ്ജ്വലമായ വീടുകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് സാറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിനകത്ത് വീടിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ തന്നെ ഉള്ള ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. സ്ഥലം ആരെങ്കിലും ഡൊണേറ്റ്. ഇതിനകത്ത് പുറത്തേക്ക് പേര് പറയാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ ഒരുപാട് ആൾക്കാര് സാറ് കണ്ടിട്ടില്ലേ? അവരുടെ അടുത്ത് നമുക്ക് ഒരു പ്രത്യേക ഒരു റെസ്പെക്ട് തോന്നും. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു പബ്ലിസിറ്റിയും വേണ്ട, എൻ്റെ പേര് പോലും പറയണ്ട എന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതായത് നല്ല മനുഷ്യരുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് ചില പുഴുക്കുത്തുകളുള്ളതിൻ്റെ പേരിലാണ് സമൂഹം മുഴുവൻ മോശമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. തെറ്റാണ്. നല്ല മനുഷ്യരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
നമ്മൾ നന്നായാൽ ലോകം നന്നാവും, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് സോഷ്യൽ മീഡിയ ഒരുപാട് പങ്ക് ചെലുത്തുന്നുണ്ട്. അത് നല്ലതായിട്ടും വരുന്നുണ്ട്, അത് മോശമായിട്ടും വരുന്നുണ്ട്. പക്ഷെ ഒരു മോശമായിട്ട് 2-3 കരട് കണ്ടു കഴിഞ്ഞാൽ മൊത്തവും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഉണ്ട്. അപ്പൊ സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴും നെഗറ്റീവിനുകളോട് പറഞ്ഞ് പ്രചരിപ്പിക്കുവാനും അത് ഷെയർ ചെയ്യാനുമാണല്ലോ താല്പര്യമുള്ളത്. എൻ്റെ ഒരു പോസിറ്റീവ് സൈഡോ അതിൻ്റെ നന്മകളോ ഒന്നും നമ്മൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒരാളെ എങ്ങനെ വീഴ്ത്താം എന്നുള്ളതാണ് പലപ്പോഴും സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതാണ് പ്രശ്നം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് മറ്റൊരാളേക്കാൾ കൂടുതൽ വളരാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് അവനെ എങ്ങനെ ഇടിച്ചു താഴ്ത്താം എന്നുള്ളതാണ്. അപ്പോഴാണല്ലോ നമുക്ക് വളരാൻ സാധിക്കുക. അതാണ് ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത്, സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. സാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള 2 പേര് ഇത് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം. അത് എനിക്ക് പേഴ്സണലി, നമുക്കിത് കേൾക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പേഴ്സണലി കുറച്ച് വേദന ഉണ്ടായിട്ടുണ്ടാവും. കാരണം അത് കിട്ടേണ്ടതായിട്ടുള്ള കുറെ ആളുകളുണ്ട്, അത് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ, നീഡി ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് സമൂഹം ചെയ്യുമ്പോൾ അതിനൊക്കെ ഇപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ നിരുത്സാഹപ്പെടുത്തുകയോ അതിനകത്തുള്ള കരടുകൾ കണ്ടെത്തി അതല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കുട്ടിയെങ്കിലും നമുക്ക് നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, കുട്ടിയെങ്കിലും ജീവിതത്തിൽ നമുക്ക് സഹായിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ അതല്ലേ പുണ്യം എന്ന് പറയുന്നത്, അല്ലേ? സോഷ്യൽ മീഡിയനെ പേടിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടോ ഇപ്പോൾ? പേടിക്കേണ്ടവർക്ക് പേടിച്ചാൽ മതി. നമ്മൾ ഇതിനകത്ത് നമ്മൾ പോകുന്ന വഴികൾ കൃത്യമാണെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കത് അങ്ങനത്തെ പ്രശ്നമില്ല.